ലോകത്ത് മറ്റേതു രാജ്യത്തെക്കാളും വ്യത്യസ്തമായിരുന്നു കേരളത്തിൻ്റെ നഗരങ്ങൾ. തികച്ചും ഹൃദ്യമായ ഗ്രാമാന്തരീക്ഷം തന്നെയായിരുന്നു നഗരങ്ങളിലും നിലനിന്നിരുന്നത്. എവിടെ നോക്കിയാലും തല ഉയർത്തി നിൽക്കുന്ന കേരവൃക്ഷങ്ങൾ, പുഴയും കൈത്തോടുകളും നെൽവയലുകൾ കൊണ്ടും സമ്പന്നമായിരുന്ന കാർഷിക കേരളത്തിന് നഗരവും ഗ്രാമവും എന്ന വേർതിരിവ് തന്നെ ഉണ്ടായിരുന്നില്ല. കൃഷി എന്നത് മലയാളിക്ക് അവന്റെ തൊഴിലും ഉപജീവനവുമായിരുന്നു. കൊയ്ത്തും പാട്ടും മെതിയും മലയാളി ഉത്സവമാക്കി. വിത്തെറിയുമ്പോഴും വിളവെടുക്കുമ്പോഴും അനുഷ്ഠാനങ്ങളിൽ ഊന്നി നിൽക്കുന്ന ജൈവപ്രകൃതിയുടെ ആട്ടവും പാട്ടും അവന് ലഹരിയായിരുന്നു. കൃഷിയും ജീവിതവും അവന് വെവ്വേറെ ആയിരുന്നില്ല. കാലം മാറി മാറി വന്നപ്പോൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചതുപോലെ മലയാളിയുടെയും മട്ടുമാറി. കൂടുതൽ പണം തേടിയും കൂടുതൽ ധനവാനാവാനുമുള്ള തൊഴിലധിഷ്ഠിത പഠനത്തിലേക്കും മലയാളി കാലുമാറി ചവിട്ടിയപ്പോൾ സ്വദേശത്തും അതിലേറെ വിദേശത്തും 10 ഇരട്ടി പണം കിട്ടുന്ന ജോലി ലഭിച്ചു. ക്രമേണ കൃഷിയിടങ്ങൾ തരിശുനിലങ്ങളായി. കൃഷി കുറഞ്ഞു. നമുക്കാവശ്യമായ പച്ചക്കറിക്കും പഴങ്ങൾക്കും കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വന്നു. ലാഭക്കൊതിയന്മാരായ കച്ചവടക്കാർ വിഷമയമായ പച്ചക്കറികൾ ഇങ്ങോട്ട് കയറ്റിവിടുന്നത് പതിവാക്കി. കേരളത്തിൽ ആശുപത്രികളുടെയും രോഗികളുടെയും എണ്ണം മുൻപെന്നത്തേക്കാൾ ഇരട്ടിക്കുകയും ചെയ്തു. ഈ ഭവിഷ്യത്തുകൾ ഉൾക്കൊണ്ട് ജനം വീണ്ടും കണ്ണുതുറന്നു. വിഷമയമായ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് വിട. കൃഷി വീണ്ടും സജീവമായി. സർക്കാരും ശാസ്ത്രജ്ഞന്മാരും കർഷകരും ഉദ്യോഗസ്ഥന്മാരും ഒരുപോലെ ഉണർന്നു പ്രവർത്തിച്ചു. നമ്മുടെ നഗര ഗ്രാമപ്രദേശങ്ങളിൽ വീണ്ടും കൃഷിയിടങ്ങളിൽ പുതുനാമ്പുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അത്തരം ഒരു കൃഷിക്കാഴ്ചയിലേക്കാണ് കൃഷിദർശൻ ഇനി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പടയണിയുടെ നാടായ പത്തനംതിട്ട ജില്ലയിലെ അടൂർ. ഇത് KN കേശവൻ നായർ. ഞാൻ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചത്, ഓണാട്ടുകര ഭാഗത്ത്. അന്നേ കൃഷിയിൽ താല്പര്യമുണ്ട്. പിന്നെ അതിനൊരു ബേസിക്കായിട്ട് അഗ്രികൾച്ചർ മെയിൻ എടുത്തിട്ട് ഇൻ്റർമീഡിയറ്റ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നാൾ ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്തു. ജോലി വേണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. അത് കഴിഞ്ഞ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ചേർന്നു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 8 വർഷം 2 മാസം 24 ദിവസം ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പം ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിൽ സീനിയർ സൂപ്പർവൈസേഴ്സിനെ വേണമെന്ന് പറഞ്ഞു ഒരു അഡ്വർടൈസ്മെൻറ്റ്. സാലറിയിൽ വളരെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ഓപ്റ്റ് ചെയ്തു. അങ്ങനെ അവരെന്നെ സെലക്ട് ചെയ്ത് അവിടെ ഒരു 10-17 വർഷം എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തു ഫോറസ്റ്റിൻ്റെ. അങ്ങനെ അന്ന് മുതലേ കൃഷിയിലൊരു താല്പര്യമുണ്ട്. ഈ റിട്ടയർ ആയണൊക്കെ പിന്നെ മോനും ഇതിൽ വലിയ താല്പര്യമുള്ളത് കൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതിൽ ഫുള്ളി ഇൻവോൾവായി. ഇത് കേശവൻ നായരുടെ മകൻ, അച്ഛൻ്റെ പാത പിന്തുടരുന്ന കൃഷിക്കാരൻ, അതിലുപരി ഒരു പ്രൊഫസർ ശങ്കരനാരായണൻ. ഭൂമിയെ വലിയ പരികൽപ്പിക്കാതെ മാത്രമല്ല വരും തലമുറയ്ക്ക് എങ്ങനെയാണ് നമ്മൾ ഭൂമിയെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് വരും തലമുറയെ സ്നേഹിക്കേണ്ടത് എന്ന് കാണിക്കുക എന്നുള്ളത് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഒരു ദൗത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ ഇനം, നമ്മൾ റംബുത്താനുണ്ട്, ഈ പ്ലോട്ടിൽ റംബുത്താനുണ്ട്. റംബുത്താൻ മലേഷ്യൻ റംബുത്താനാണ്, ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇവിടെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മാംഗോസ്റ്റിനുണ്ട്,
ഫിലൂസാനുണ്ട്, അവക്കാഡോ ഉണ്ട്. അങ്ങനെ വിവിധ ദേശങ്ങളിൽ വളരെ പ്രചാരം നേടിയിട്ടുള്ള വിവിധ ഫലവൃക്ഷങ്ങൾ ഈ വീടിനോടടുത്ത ഈ പുരയിടത്തിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരാഗ്രഹം എന്ന് പറഞ്ഞാൽ അണ്ണാനും കിളികളും ഈ ജീവികളും ഒക്കെ കൂടി കലവല കൂട്ടുന്ന ഒരു അന്തരീക്ഷം, ശുദ്ധമായ ഒരു അന്തരീക്ഷം, പണ്ടെങ്ങോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ കേരളീയതയുടെ ഒരു അന്തരീക്ഷം തിരികെ പിടിക്കാനുള്ള ഒരു ബോധപൂർവമായ പരിശ്രമം കൂടിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ വീടിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലോട്ട്, അത് ഞാൻ അതിനെ ഒരു തരത്തിലുള്ള വേലിയും കെട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രൊഫസർ ശങ്കരനാരായണന്റെ ഭാര്യ മിനി അധ്യാപികയാണ്. കൃഷി വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു ആദ്യം, പിന്നെ പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇപ്പം അതിനൊരിഷ്ടമുണ്ട്. ഇവിടെ റബ്ബർ ഉൾപ്പെടെ 5 ഏക്കർ ഭൂമിയിൽ പിതാവ് തുടങ്ങിവെച്ച കൃഷി വികസിപ്പിക്കുകയാണ് ആദ്യം ചെയ്തത്. ഞാൻ വിഷ്ണുപ്രിയ, ശങ്കരനാരായണൻ മിനി ദമ്പതികളുടെ ഒരേ ഒരു മകൾ. ഞാൻ എൻജിനീയറിംഗ് 3rd ഇയർ സ്റ്റുഡൻ്റാണ്. ട്രിവാൻഡ്രത്ത് SCT കോളേജിലാണ് ഞാൻ പഠിക്കുന്നത്. അച്ഛന് കൃഷിയോടുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രം തുടങ്ങിയതാണ് ഇവിടെ കൃഷി. ആദ്യം ബേസിക്കലി ആർക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, താല്പര്യം കുറവായിരുന്നു. പിന്നെ ആഡഡ് ബെനിഫിറ്റായിട്ട് കണ്ടത് വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാം. പരമ്പരാഗത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയ രീതികളാണ് പ്രൊഫസർ ശങ്കരനാരായണൻ അവലംബിച്ചത്. കൂടുതൽ വിളവ് ലഭിക്കണമെങ്കിൽ കൃഷിരീതിയിൽ മാറ്റമുണ്ടാക്കണമെന്ന കൃഷി ഉദ്യോഗസ്ഥന്മാരുടെയും ശാസ്ത്രജ്ഞന്മാരുടെയും അഭിപ്രായങ്ങൾ മാനിച്ച് പ്രൊഫസർ ശങ്കരനാരായണൻ തന്റെ കൃഷിരീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തി. പ്രൊഫസറെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കൃഷിയുടെ സാങ്കേതിക വിദ്യകൾ അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന ഒരു കർഷകനാണ്. അടൂർ മുനിസിപ്പാലിറ്റിയിലെ SHM പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഫെർട്ടിഗേഷൻ, അദ്ദേഹത്തിൻ്റെ ഏകദേശം 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഏകദേശം 700ഓളം മാലിമുളക് കൃഷി ചെയ്യുന്നുണ്ട്. അതിന് ഫെർട്ടിഗേഷൻ സംവിധാനം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം വിവിധ തരം ഫലവർഗ്ഗങ്ങൾ 2.5 ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട്. റംബുത്താൻ, ഫിലോസാൻ, പപ്പായ, പേര മുതലായവയാണ് അദ്ദേഹം ഇതെല്ലാം ചെയ്യുന്നത്. കൃഷിഭവൻ്റെ നിർദ്ദേശം അല്ലെങ്കിൽ കൃഷിവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ അതേപടി തൻ്റെ തോട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹം. മുഴുവൻ സമയവും കൃഷിക്കു വേണ്ടി മാറ്റിവെച്ച പിതാവിനോട് ആലോചിച്ച ശേഷം പറമ്പിലെ റബ്ബർ കുറച്ചു ഭാഗം വെട്ടിമാറ്റി. യന്ത്രം ഉപയോഗിച്ച് 5 ഏക്കർ ഭൂമി ഏത് കൃഷിക്കും യോജ്യമാകും വിധം ഉഴുതുമറിച്ചു. അതിനുശേഷം പച്ചില വളങ്ങളും ചാണകവും ഉൾപ്പെടെയുള്ള ജൈവവളം ഇട്ട് മണ്ണിനെ കൂടുതൽ പരുവപ്പെടുത്തി. ഇതോടൊപ്പം തന്നെ 100-ലധികം വർഷമായി നിലനിന്നിരുന്ന ഒരിക്കലും വറ്റാത്ത കുളം ജലസേചന യോഗ്യമാക്കി. അതിനടുത്തായി ഒരു ഡീസൽ പമ്പ് സെറ്റ് സ്ഥാപിച്ചു. അഞ്ച് ഏക്കറിൽ എവിടെയും യഥേഷ്ടം വെള്ളം എത്താനുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ യൂണിറ്റും സ്ഥാപിച്ചു. കാർഷിക വിളകൾ കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും ബിസിനസ് രംഗത്തേക്ക് അടൂർ കുതിച്ചപ്പോൾ ആ കാർഷിക മേഖലകൾ കംപ്ലീറ്റായി അന്യം നിന്ന് പോവുകയും, എന്നാൽ അത് തമിഴ്നാട്ടുകാരെയൊക്കെ ആശ്രയിച്ച് നമ്മളിപ്പോൾ പച്ചക്കറികൾ കൊണ്ടുവരികയും അതിൻ്റെ ദോഷവശങ്ങൾ
മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും കൂടുതൽ കെമിക്കൽ ചേർന്ന മനുഷ്യന് ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന മനസ്സിലാക്കിയപ്പോൾ ആൾക്കാരെ വീണ്ടും സ്വന്തം പുരയിടത്തിൽ കൃഷി ഇറക്കുവാനുള്ള വ്യഗ്രതയിലേക്ക് തിരിച്ചുവരവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നമുക്ക് ഇന്ന് ഇവിടെ കാണുവാൻ കഴിഞ്ഞ ഈ കൃഷി സ്ഥലങ്ങൾ. കാരണം ഒരു സീനിയർ കോളേജിലെ പ്രൊഫസറായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് ശ്രീ ശങ്കരനാരായണൻ, അദ്ദേഹം എല്ലാത്തരം കൃഷികളും, കാരണം ഈ കൃഷി ഇന്ന് ലാഭകരമല്ല, പ്രത്യേകിച്ചും നമുക്ക് ജോലിക്കാരെ നിർത്തി കൃഷി ചെയ്യുമ്പോൾ വളരെ ഭീമമായ കൂലി കൊടുക്കേണ്ടി വരുന്നു. അത് തന്നെയല്ല, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ആ കൃഷിക്ക് പറ്റിയതല്ല ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ജൈവവളങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അത്യന്താധുനിക രീതിയിലുള്ള കൃഷി സംവിധാനങ്ങൾ ഇവിടെ നടത്തുവാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റ സന്തോഷമുണ്ട്. ഈ കൃഷി കാണുക എന്ന് പറയുന്നത് തന്നെ പഴയ തലമുറയ്ക്ക് ഒരു കുളിർമയാണ്. 5 ഏക്കറിനെ പല ഭാഗങ്ങളായി തിരിച്ച് ഇപ്പോൾ കാണുന്ന വിധം പലതരത്തിലുള്ള കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഇതിന് കൃഷി വകുപ്പിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പൂർണ്ണ പിന്തുണ ലഭിച്ചു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഭക്ഷ്യ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് പച്ചക്കറി വികസന പദ്ധതിയും അതുപോലെ തന്നെ SHM ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം മറ്റ് ഭക്ഷ്യവസ്തുക്കൾക്കും ഫുഡ് പ്ലാന്റ്സിനും ഹോർട്ടിക്കൾച്ചർ ക്രോപ്സിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾ ഈ അടൂർ ഏരിയയിൽ നടപ്പിലാക്കുന്നുണ്ട്. അത് മറ്റുള്ള കർഷകർക്ക് പ്രയോജനം ലഭിക്കത്തക്കോണം പോളി ഹൗസിലെ ഹൈടെക് ഫാമിങ്, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിങ്, ഓപ്പൺ പ്രിസിഷൻ ഫാമിങ്. അവരുടെ ഉപദേശങ്ങൾ സ്വീകരിച്ച് ആധുനിക കൃഷിരീതികൾ ആരംഭിച്ചപ്പോൾ കൂടുതൽ ഫലം കണ്ടു. വിവിധയിനം വാഴ, പേര, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, മാവ്, പയർ, പാവൽ, കോവൽ, വെണ്ട, പപ്പായ, മുളക്, കറിവേപ്പില, വിവിധതരം ഔഷധച്ചെടികൾ എന്നു വേണ്ട, ഇവിടെ ഇല്ലാത്തതായി ഒന്നുമില്ല എന്നു തന്നെ പറയാം. റബ്ബർ നിന്നിടത്ത് വാഴ വയ്ക്കാൻ ആരംഭിച്ചപ്പോൾ പഴമയെയും പുതുമയെയും സ്നേഹിക്കുന്ന പിതാവ് എതിരു നിന്നില്ല. ഇവിടെ പ്രധാനമായിട്ടിപ്പം കിൻഡൽ വാഴയുണ്ട്, ഏത്തൻ. പിന്നെ ഇടയ്ക്ക് അപൂർവമായിട്ട് ഈ ചുമന്ന ചെങ്കലതി എന്ന് പറയുന്ന വാഴയുണ്ട്. വാഴയിനത്തിൽ അത് രണ്ടുമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ മാലി മുളകെന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം ഫുള്ളി ഈ ഇതിനകത്തിൽ കൃഷിയിൽ അങ്ങ് എൻഗേജ് ചെയ്തിരിക്കുകയാണ്. എള്ളും നെല്ലും തെങ്ങും വാഴയും കൃഷി ചെയ്തിരുന്ന അച്ഛന്റെ കൃഷി അനുഭവങ്ങൾ കൃഷിയിലും പ്രൊഫസർ അനുകരിച്ചു. റബ്ബർ നിന്നെടുത്ത് ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട ഏത്തവാഴയും ചെങ്കദളിയുമാണ് പരിപാലിക്കുന്നത്. പോഷക ഗുണങ്ങളുള്ളതും ഭാരക്കൂടുതലും വലിപ്പമുള്ളതുമായ കായകൾ ഈ ഏത്തവാഴയുടെ പ്രത്യേകതയാണ്. വാഴ നടുമ്പോഴെന്ന് പറഞ്ഞാൽ ആൾ ആദ്യം നട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യൂ കൾച്ചർ ഏത്തനാണ്, നേന്ത്രനാണ് നട്ടത്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ആദ്യം ചാണകമാണ് ആദ്യം കലക്കി ഒഴിച്ചത്. പിന്നെ എല്ലുപൊടി, വേപ്പം പിണ്ണാക്ക്, അങ്ങനെയൊക്കെയുള്ള ആദ്യം ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ ചാണകം പിന്നെ വീപ്പയ്ക്കകത്ത് കലക്കിയിട്ട് പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്,
വേപ്പ് പിണ്ണാക്ക് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്തിടും. ഇട്ടിട്ട് അത് 10 ലിറ്റർ വെള്ളം, പിന്നെ 1 ലിറ്റർ 10 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ചുവട്ടിലൊഴിക്കും. അങ്ങനെയാണ് നമ്മൾ ജൈവവള കൃഷിയുടെ മെയിൻ പ്രയോഗം അതാണ്. വേപ്പിൻ പിണ്ണാക്ക്, ചാണകം, എല്ലുപൊടി എന്നിവയാണ് പ്രധാന വളങ്ങൾ. പുഴുക്കളുടെ ശല്യം തടയാനായി വാഴക്കൈകളുടെ കവിളിൽ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സോപ്പ് ചീകി വയ്ക്കുന്നു. ഇതുമൂലം വാഴയെ ആക്രമിക്കുന്ന പുഴുക്കളെ ഉന്മൂലനം ചെയ്യുവാൻ കഴിയുന്നു. കാറ്റിലും മഴയിലും പെട്ട് വാഴ നശിച്ചു പോകാതിരിക്കുവാൻ താഴെ കുറ്റിയടിച്ച് വാഴയുടെ മുകളിൽ നിന്നും താഴേക്കും മുകളിലേക്കും വാഴകൾ തമ്മിൽ വലിച്ചു കെട്ടിയിരിക്കുന്നു. പണച്ചിലവ് ഏറെയില്ലാത്ത ഈ ലളിതമായ വിദ്യ ഏതു കടുത്ത കാലാവസ്ഥയെയും അതിജീവിക്കാൻ വാഴയെ സഹായിക്കുന്നു. നമുക്ക് ഭൂമിയെ സ്നേഹിക്കുകയും പരിസ്ഥിതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള കൃഷിരീതി കൊണ്ടുവരിക എന്നുള്ള ഒരു സന്ദേശം കൂടി പുതിയ തലമുറയ്ക്ക്, എന്നെ പോലെയുള്ള ആളുകൾ ഇതിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ മാറ്റം ഇവിടെ അറിയാൻ കഴിയുന്നുണ്ട്. പലരും എന്നോട് വന്ന് ഇതിൻ്റെ രീതികളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഇവിടെ അടുത്ത ഇടങ്ങളിൽ കൊച്ചു കൊച്ചു ഭൂമികളുള്ളവരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കൃഷി രീതികളിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ ശുഭകരമായ കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീടിനോടടുത്ത് നിൽക്കുന്ന പ്ലോട്ടിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും കായ്ഫലം നമുക്ക് മാത്രം എടുക്കാനുള്ള പ്രൊട്ടക്ഷനും ചെയ്യരുതെന്നാണ് ഇപ്പോഴത്തെ മനസ്സിലാക്കണം. കാരണം ഇവിടെ അണ്ണാനുണ്ട്, കിളികളുണ്ട്, വിവിധ തരം കിളികളുണ്ട്, വിവിധ തരം ശബ്ദങ്ങളുണ്ട്. സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ അപ്പുറത്തെ പുരയിടത്തിലോട്ട് കയറിയാൽ വിവിധ തരം കിളികളുടെ കരച്ചിൽ, കലപിൻ്റെ ശബ്ദങ്ങൾ, അവരുടെ വഴക്കുകൂടലുകൾ, അവരുടെ കലമ്പലുകൾ, എത്ര രസകരമായ അനുഭൂതിയാണ് നമുക്ക് അതിൽ നിന്നുണ്ടാവുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രകൃതിയെ സ്നേഹിച്ചു തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് മറ്റെല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും എന്നതാണ് സത്യം. ഓരോ പുൽനാമ്പിന്റെ വളർച്ചയും വാത്സല്യത്തോടെ കൺനിറയെയാണ് കർഷകർ കാണുന്നത്. ആ കാഴ്ചയിൽ ഹരിതാഭമായ ഒരു ലോകത്തെയാണ് കർഷകർ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിദ്വേഷമില്ലാതെ ഈ പ്രൊഫസറും കുടുംബവും ഒന്നാകെ പ്രകൃതിയെ പുണരുന്നതും സ്നേഹിക്കുന്നതും. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കെപ്കോ ഇന്റഗ്രേഷൻ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു. വനവൃക്ഷങ്ങളുടെ തൈകൾ വിൽപ്പനയ്ക്ക്. കശുമാങ്ങ സംസ്കരണത്തിൽ പരിശീലനം.
സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന്റെ ഇന്റഗ്രേഷൻ പദ്ധതി പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ കോഴി വളർത്തലിന് ആവശ്യമായ സ്ഥലം, ഷെഡ്, മറ്റ് അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്വന്തമായുള്ളവർക്ക് കോർപ്പറേഷന്റെ സ്വന്തം ഫാമിൽ ഉൽപ്പാദിപ്പിച്ച ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളും കോഴിത്തീറ്റ, മരുന്ന് എന്നിവയും സൌജന്യമായി നൽകുന്നു. കോഴികൾക്ക് 45 ദിവസം പ്രായമാകുമ്പോൾ തിരിച്ചെടുക്കുകയും കർഷകർക്ക് വളർത്തുകൂലിയായി 1 കിലോയ്ക്ക് 10 രൂപ വരെ ലഭിക്കുകയും ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇപ്രകാരം മുട്ടക്കോഴികളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 9495000930. മറ്റൊരു നമ്പർ 9495000922. തൃശൂർ രാമവർമ്മപുരത്തെ മിൽമ ട്രെയിനിംഗ് സെന്ററിൽ ഈ മാസം 15 മുതൽ 18 തീയതി വരെ ആടുവളർത്തൽ സംരംഭകത്തിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ മിൽമ ട്രെയിനിംഗ് സെന്ററുമായി ബന്ധപ്പെടാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 048726956869. വെള്ളാനിക്കര ഫോറസ്ട്രി കോളേജിലെ വൃക്ഷവിള നഴ്സറിയിൽ തേക്ക്, നെല്ലി, ഞാവൽ, രക്തചന്ദനം, ഇലഞ്ഞി, മഹാഗണി, മണിമരുത് തുടങ്ങി വിവിധ വിളകളുടെ പോളിബാഗ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 048724384001. വിള ആരോഗ്യ പരിപാലന പദ്ധതി 2015-16 പ്രകാരം വിവിധ ജൈവ കീടനാശിനികൾ, ജീവാണുവളങ്ങൾ, കായീച്ചക്കെണി, വിവിധ വളർച്ചാ ത്വരകങ്ങൾ എന്നിവയുടെ നിർമ്മാണ യൂണിറ്റുകൾ തുടങ്ങാൻ താൽപര്യമുള്ള കർഷക ഗ്രൂപ്പുകൾ വക്കം കൃഷിഭവനിൽ ഈ മാസം 10 തീയതി 3 മണിക്കകം അപേക്ഷ സമർപ്പിക്കണമെന്ന് കൃഷി ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ മാടക്കത്തറ കശുമാവ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും കാശുമാങ്ങ സംസ്കരണത്തെക്കുറിച്ച് ഒരു ദിവസത്തെ സൗജന്യ പരിശീലനം നൽകുന്നു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0487237680. സംസ്ഥാന കർഷക ക്ഷേമ കാർഷിക വികസന വകുപ്പ് കേരളത്തിലെ ഒഴിവുള്ള കൃഷിഭവനുകളിൽ കരാർ അടിസ്ഥാനത്തിൽ വോക്ക് ഇൻ ഇന്റർവ്യൂ മുഖേന കൃഷി ഓഫീസർമാരെ നിയമിക്കുന്നു. ഉദ്യോഗാർത്ഥികൾ കേരളത്തിലെ കാർഷിക സർവകലാശാല അംഗീകരിച്ച BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടികൾച്ചർ ബിരുദം ഉള്ളവരായിരിക്കണം. 60 വയസ്സ് കഴിയാത്ത കൃഷി ഓഫീസർമാരായി സേവനത്തിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരെയും പരിഗണിക്കും. ശമ്പളം 25,000 രൂപ. തിരഞ്ഞെടുക്കപ്പെടുന്നവർ കേരളത്തിൽ എവിടെയും സേവനം ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. താൽപര്യമുള്ളവർ വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പ് എന്നിവ സഹിതം കൃഷി ഡയറക്ടറേറ്റിൽ ഈ മാസം 15-16 തീയതികളിൽ രാവിലെ 11 മണി മുതൽ നടക്കുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 8,350 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 8,800 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 8,250 രൂപ, കൊപ്ര കൊച്ചി 5,725 രൂപ, കൊപ്ര കോഴിക്കോട് 5,850 രൂപ, കൊപ്ര തൃശൂർ 5,760 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,400 രൂപ, ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ, മഞ്ഞൾ സേലം 11,100 രൂപ, മഞ്ഞൾ ഈറോഡ് 11,300 രൂപ, അടയ്ക്ക പഴയത് 25,500 മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 8,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,000 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 8,800 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,100 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 8,350 രൂപ, കൊപ്ര 5,725 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 60,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 63,400 രൂപ, ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ, അടയ്ക്ക പുതിയത് 20,000 മുതൽ 22,500 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 180 മുതൽ 220 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 380 മുതൽ 400 രൂപ വരെ, ജാതിപത്രി 650 മുതൽ 925 രൂപ വരെ, ഗ്രാമ്പു 775 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 8,700 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,100 രൂപ, ഒട്ടുപാൽ 6,000 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം.
റബ്ബറിന് വീണ്ടും വില തകർച്ച. സാമ്പത്തിക വ്യാവസായിക മേഖലയിലെ തളർച്ച മൂലം രാജ്യാന്തര മാർക്കറ്റിന് ഇന്ന് റബ്ബർ നേരിട്ട തിരിച്ചടി കൊച്ചി, കോട്ടയം വിപണികളെ സമ്മർദ്ദത്തിലാക്കി. 4ാം ഗ്രേഡ് ഷീറ്റ് വില കിലോ 91 രൂപയായി. 7 വർഷത്തിനിടെ താഴ്ന്ന വിലയ്ക്കും കാര്യമായി ചരക്കെടുക്കാൻ കമ്പനികൾ തയ്യാറായില്ല. ഉത്തരേന്ത്യയിൽ ഏലക്കയുടെ കരുതൽ ശേഖരം ഉയർന്നതോടെ ലേലകേന്ദ്രത്തിൽ നിന്ന് അന്തർ സംസ്ഥാന വ്യാപാരികൾ അകലുന്നു. ശാന്തൻപാറയിൽ നടന്ന ലേലത്തിൽ 40 ടണ്ണിന്റെ ഇടപാടുകൾ നടന്നു. ഏലത്തിന്റെ ശരാശരി വില കിലോയ്ക്ക് 529 രൂപയും കൂടിയ വില 663 രൂപയുമാണ്. ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് ഊർജിതമെങ്കിലും തിരക്കിട്ട് ഉൽപ്പന്നം ഇറക്കാൻ കർഷകർ തയ്യാറായില്ല. താങ്ങുവില പുതുക്കിയതിനാൽ കൊപ്രയുടെ നിരക്ക് വരും ദിനങ്ങളിൽ വർദ്ധിക്കുമെന്ന നിഗമനത്തിലാണ് ഉൽപ്പാദകർ. ഹൈറേഞ്ച് കുരുമുളകിന് വിദേശ ആവശ്യക്കാർ എത്തുമെന്ന പ്രതീക്ഷയിൽ കയറ്റുമതിക്കാർ ചരക്ക് ശേഖരിച്ചെങ്കിലും നിരക്ക് ഉയർത്തിയില്ല. ഏതാനും ദിവസങ്ങളായി ഗ്രാബിൾഡ് കുരുമുളകിന് കിലോഗ്രാമിന് 634 രൂപയാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.5 25, കൊച്ചി 32.6 24.2, ആലപ്പുഴ 36 25.9, പുനലൂർ 35.5 22.2, തിരുവനന്തപുരം 33.4 25 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.